കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 17. ഈ വന്ന മോഹമകലെ പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളില്ലുലകിൽ ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമ. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ മായാമോഹിതമായ മനസ്സോടു കൂടിയ, അതായത് മായയാൽ മോഹിക്കപ്പെട്ട മനസ്സോടു കൂടിയ ഒരു ദേഹാഭിമാനിക്ക് എങ്ങനെയാണ് നിരന്തര ബ്രഹ്മസ്മരണ എങ്ങനെയാണ് സാധിക്കുക? നമ്മളിത്ര ഈ നമ്മുടെ ഈ മായയിലിങ്ങനെ കിടന്ന് നീന്തി കളിക്കണം. നമുക്ക് എങ്ങനെയാണ് ഈ എളുപ്പമായിട്ട് നിരന്തരമായിട്ടുള്ള ബ്രഹ്മസ്മരണ സാധിക്കുക? എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള പറയണ അതിനുള്ള ഉത്തരമാണ് ശരിക്കും പറയാച്ചാൽ 17-ാം ശ്ലോകത്തിൽ എഴുത്തച്ഛൻ പറയണത്. അതായത് വിനാശത്തിന്, അതായത് മോഹങ്ങളെ നശിപ്പിക്കാൻ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. ഭഗവൻ നാമം ജപിക്കുകയും ഭഗവാന്റെ ചരിത്രം കീർത്തിക്കുകയും. ഇനി എന്നിട്ട് പിന്നെ ഒരു കുറച്ച് ശ്ലോകങ്ങളിലൊക്കെ ഈ നാമസങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യമാണ് എഴുത്തച്ഛൻ പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. നാമസങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യം വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ നമുക്ക് നിരന്തര ഭഗവത് സ്മരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്നാണ് ഇതിൽ പറയാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ വന്ന മോഹം, അതായത് മായ ഉണ്ടാക്കി തീർക്കുന്ന നമുക്കുണ്ടാവുന്ന ഈ മോഹം ഉണ്ടല്ലോ, ആ ഭേദഭാവന അല്ലെങ്കിൽ ആ ദ്വൈതഭ്രമം അല്ലെങ്കിൽ ആ തെറ്റായ ധാരണ, അത് അകലെ പോവതിന് മീൻസ് അതില്ലാണ്ടാക്കാൻ ഉലകിൽ ലോകത്തിൽ ഈ വണ്ണമുള്ളൊരു ഉപദേശങ്ങളില്ല തന്നെ ജീവനെന്ന്. അതായത് ഈ മായാമോഹിതമായി വലയുന്ന ജീവാത്മാക്കൾക്ക് ഇതുപോലെ ഉപയോഗപ്രദമായിട്ട് മറ്റൊരു ഉപദേശമില്ല എന്ന്. ഈ വണ്ണമുള്ളൊരു ഉപദേശങ്ങളില്ല തന്നെ ആർക്ക്? ജീവാത്മാക്കൾക്ക്, അതായത് മായാമോഹിതരായിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഇതുപോലെ ഉപയോഗപ്രദമായ മറ്റൊരു ഉപദേശം ഇല്ല. എന്താണ് ഉപദേശം? കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ. അതായത് ഇതുപോലെയുള്ള കൃഷ്ണ ഹരി ഗോവിന്ദ രാമ ഹരേ കൃഷ്ണ ഇങ്ങനത്തെ നാമങ്ങൾ സദാ ഉച്ചരിക്കുകയല്ലാതെ എന്താ വഴിയുള്ളത്? അല്ലാതെ ഒന്നും വഴിയില്ല. അതാണ് ഏറ്റവും നല്ല ഉപദേശം. എന്തിന്? നമുക്ക് ഈ ദ്വൈതാനുഭവം, ഞാൻ വേറെ പരമാത്മാവ് വേറെ എന്നുള്ള അനുഭവം ഇല്ലാതെ ആയിട്ട് ഈ മായാഭ്രമത്തിൽ നിന്ന് മോചനം നേടാൻ ഇത് ഉച്ചരിക്കുക മാത്രമേ വേറൊരു വഴി എന്താ ഉള്ളത്? അങ്ങനെ എന്നെ സദാ നാമോച്ചാരണത്തിനായി പ്രേരിപ്പിക്കാൻ അനുഗ്രഹിക്കണേ നാരായണായ നമ. അങ്ങനെയാണ്. അപ്പം ഇതിൽ ഈ വന്ന മോഹം എന്ന് പറഞ്ഞല്ലോ, ഈ വന്നാച്ചാൽ ഉദ്ദേശിക്കണത് മായ മൂലം നമുക്കുണ്ടാകുന്ന ഈ ആത്മവിസ്മൃതി പറഞ്ഞാൽ ആത്മാവിനെ മറക്കുക. എന്നിട്ട് ശരിക്കും ഞാൻ ആത്മാവാണ് എന്നുള്ള ആ സ്മരണയെ വിസ്മരിച്ച്, അതാണ് ആത്മവിസ്മൃതി. ആത്മാവിനെ മറക്കുക മീൻസ് ഞാൻ ആത്മാവാണെന്ന് മറക്കുക. എന്നിട്ട് ഞാൻ ആത്മാവാണെന്നുള്ള ആ സത്യം മറന്ന് ഞാൻ ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് ദേഹാഭിമാനത്തോടു കൂടി മായാമോഹിതരായി, അല്ലെങ്കിൽ ഭ്രമം, ഞാൻ ദേഹമാണെന്നുള്ള ഭ്രമം, അതാണ് ഉദ്ദേശിക്കണ ഈ വന്ന മോഹം എന്ന്. അതായത് മായ കൊണ്ട് നമുക്കുണ്ടാവുന്ന ആത്മവിസ്മൃതി. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം പരമാത്മാവുന്ന മായ ആക്റ്റീവ് ആകുമ്പോൾ മായ ആദ്യം ചെയ്യണത് അതാണ്, ആവരണം.
ആത്മാവിനെ മറച്ചിട്ട് ആ സ്ഥാനത്ത് ഈ ജഗത്തിനെ ബോഡിയും ഒക്കെ അത് യഥാർത്ഥം തോന്നിക്കുകയാണ്. തെറ്റിദ്ധാരണയാണല്ലോ അതല്ലേ. ശരിക്കതല്ലാത്തതിനെ മറയ്ക്കുക മാത്രമല്ല വേറൊന്നാണ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യേണ്ട മായി. അങ്ങനെ തെറ്റിദ്ധരിച്ച് അഭിമാനിക്കുക, അതാണ് ഈ വന്ന മോഹം എന്ന് പറയണത്. അപ്പോൾ അതിൽ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഇതിൽ നല്ലൊരു കഥ ഈ ആത്മവിസ്മൃതിക്ക് ഉദാഹരിച്ചും കൊണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നല്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറയേണ്ട വിദ്യാരണ്യ സ്വാമികൾ പഞ്ചദശിയിൽ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പഞ്ചദശിയുണ്ട്, ഞാൻ അത് നോക്കിയില്ല. ഇതിന്ന് എന്നെ പറയുകയാണ്, ഇതിന്ന് പിന്നെ പഞ്ചദശിയിലത്തെയാണ് വിദ്യാരണ്യ സ്വാമികൾ പറഞ്ഞൊരു കഥയാണ്. ഇതിനെ ആത്മവിസ്മരണത്തിനെ ഉദാഹരിച്ചും കൊണ്ട് എന്താ അറിയോ, ഒരിക്കൽ 10 ആൾക്കാർ കൂടി ഒന്നിച്ച് യാത്ര പോയി. അപ്പോൾ അവർക്ക് ഒരു വഴിയിലൊരു പുഴ കടക്കാണ്ട്. അപ്പോൾ ആ പുഴ കടന്നു അപ്പുറത്തെത്തി. അപ്പോൾ എല്ലാവരും നല്ല ഒഴുക്കുണ്ട് പുഴയിൽ. അപ്പോൾ അപ്പുറത്തെ മറ്റേ കരയിൽ എത്തിയപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന 10 ആളും ഇല്ലേന്ന് നോക്കാൻ വേണ്ടി ഒരാളെ എണ്ണി. അവനവനെ എണ്ണാൻ മറന്നു. സ്വന്തം അവനവനെ മറന്നിട്ട് ബാക്കി 9 ആളെ എണ്ണി. അയ്യോ 9 ആളേ ഉള്ളൂ പറഞ്ഞു. എന്നാൽ ഞാനൊന്ന് എണ്ണട്ടെ പറഞ്ഞു. വേറൊരാളെ എണ്ണി, അയാളും അതെ അവനവനെ എണ്ണിയില്ല. അപ്പോൾ 9 ആളെ കിട്ടിയുള്ളൂ. അങ്ങനെ 10 ആളും അവനവനെ മറന്നിട്ട് എണ്ണുമ്പോൾ 9 ആളേ ഉള്ളൂ. ഇവർ 10 ആളൊന്നിച്ച് പുറപ്പെട്ടതാണ്. അപ്പോൾ 9 ആളേ ഉള്ളൂ എന്നാണ്. അപ്പം അവർക്ക് വളരെ വിഷമായി. അവർ കരയാൻ തുടങ്ങി. ഒരാളെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കൂടെ നടന്നു പോണ ഒരാൾ അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ എണ്ണാന്ന് പറഞ്ഞു അയാൾ. അപ്പോൾ അയാൾ അതിലുള്ളതല്ലല്ലോ. അയാൾ 10 ആളെ നിർത്തി എണ്ണി കാണിച്ചു. അപ്പോൾ അവർക്ക് സമാധാനമായി, ആരും നഷ്ടപ്പെട്ടിട്ടില്ല പുഴയിൽ എന്നാട്ടോ. അപ്പോൾ ഈ നമുക്ക് അത് ആ ഒരു ആത്മവിസ്മൃതി ഇല്ലാണ്ട് ആവണ വരെ നമുക്ക് ശരിക്കുള്ള ഞാൻ ആത്മാവാണെന്ന് കാണാൻ പറ്റുന്നില്ലേ. അതായത് ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി ജ്ഞാനം ഉദിക്കണ വരെ നമുക്ക് ഞാൻ ദേഹാന്നെ വിചാരിക്കുക, ആത്മാവാണ് ഞാൻ എന്നുള്ളത് വിസ്മരിച്ചും കൊണ്ടിരിക്കുക. ആരെങ്കിലും പറഞ്ഞത് ബോധ്യപ്പെടുത്തണവരെ, അല്ലെങ്കിൽ ജ്ഞാനം ഉദിക്കണവരെ എന്ന് പറയാം. അപ്പോൾ ഇവിടെ അങ്ങനെയല്ലേ ഉണ്ടായത്. 10ാമത്തെ ഈ വേറൊരു അന്യൻ വന്ന് ഇവരെ 10 പേരെ എണ്ണിയപ്പോൾ അവർക്ക് ഉറപ്പായി 10 പേരും ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാവരും ആർക്കും ഒന്നും ആപത്ത് പറ്റിയിട്ടില്ല, എല്ലാവരും 10 പേരും മറുകരയ്ക്കെത്തിന്ന് ബോധ്യമായി. അതുപോലെ ആത്മവിസ്മൃതിയുള്ള ഒരാളെ ഒരു ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് നമുക്ക് ആ സത്യസ്വരൂപം ആണ് ഞാൻ എന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ എന്താ അറിയോ, ഈ 10ാമൻ എന്താ വിചാരിക്കണത്, അവനവനെ കൂട്ടില്ലേ. 10ാമൻ അവനവനെ കണ്ണില്ല, അവിടെ ഉണ്ട്, അവനവൻ അവിടെ ഉണ്ട്, എന്നാലും അവനവനെ എണ്ണണില്ല. അതുപോലെയാണ് ശരിക്കും ആത്മാവ് അവിടെ ഉണ്ട്, നമ്മൾ പക്ഷേ വെറുതെ ദേഹ വിചാരിക്കുക. അപ്പോൾ ആത്മവിസ്മൃതി കൊണ്ട് നമുക്ക് ആത്മാവില്ല എന്ന് നമ്മൾക്ക് തോന്നുകയാണ്. എന്നിട്ട് നമ്മൾ ദേഹാഭിമാനിയായിട്ട് നടക്കുമ്പോൾ എന്താ ഉണ്ടാവണം, ഈ ദേഹം അനുഭവിക്കണ സുഖദുഃഖങ്ങളൊക്കെ ജനനം മരണം അടക്കം അനുഭവിക്കേണ്ടി വരിക. പക്ഷെ എപ്പോഴാണ്, ഏത് നിമിഷമാണ് നമുക്ക് ഞാൻ ആത്മാവാണെന്ന് ബോധ്യമാവണം, പിന്നെ ഈ ദേഹം അനുഭവിക്കണമെന്ന് നമ്മൾ അനുഭവിക്കില്ല. അതാണ് അപ്പം ഈ വന്ന മോഹം എന്ന് പറയണത് ഈ മായ നമ്മളിലുണ്ടാക്കുന്ന ഈ മോഹത്തിനെയാണ് പറഞ്ഞത്. അതൊരു കാര്യം. പിന്നെ അത് നല്ലൊരു കഥയാണ്, ഞാനിത് മുമ്പ് വേറെ എവിടെയോ വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ പറഞ്ഞു വെച്ചാൽ, ജ്ഞാനികൾക്ക് പോലും, ജ്ഞാനം കിട്ടിയവർക്ക് പോലും ഈ വ്യാവഹാരിക ലോകത്തിൽ വ്യവഹരിക്കുമ്പോൾ ചിലപ്പോൾ ഈ മായാമോഹിതരാവാൻ എളുപ്പമാണ്. അച്ഛാ അതിന്ന് ചുതി വരാൻ എളുപ്പമാണെന്ന്. അതായത് അവർക്ക് ജ്ഞാനമുണ്ട്, അവരൊരുമാതിരിയൊക്കെ അങ്ങനെ മോസ്റ്റ് ഓഫ് ദ ടൈം അത് സ്മരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അത്ര എളുപ്പമാണ് മായാമോഹിതരാവാൻ എന്ന് പറയുകയാണ്. അതായത് ജ്ഞാനികൾക്ക് പോലും ചിലപ്പോൾ ഈ ലോകത്തിൽ വ്യവഹരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മോഹത്തിന് അടിമയാവാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ദൈവമഹാത്മ്യത്തിൽ നമുക്കൊക്കെ പലർക്കും വളരെ ഫെമിലിയർ ആവാം. ജ്ഞാനിനാമഭിചേതാംസി ദേവീ ഭഗവതീ ഹി സാ ബലാദാകൃഷ്യ മോഹായ
മഹാമായ പ്രയച്ഛതി അങ്ങനെ ഒന്നുണ്ടല്ലോ. അതായത് മഹാമായയായ ആ ഭഗവതി ദേവി ജ്ഞാനികളുടെ മനസ്സിനെ പോലും അല്ലെങ്കിൽ അന്ധക്കരണത്തെ പോലും ബലമായിട്ട് പിടിച്ച് ആകർഷിച്ച് മോഹഗർത്തങ്ങളിൽ ആഴ്ത്തുന്നു എന്ന്. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മളത് പിന്നെ ദൈവമഹാത്മ്യത്തിലുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നത് 11-ാം അധ്യായത്തിലാണ് തന്നെയാണ്. ജ്ഞാനിനാമഭിചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. അപ്പോൾ വലിയ വലിയ വിവേകികൾക്ക് പോലും ഇങ്ങനെ പിന്നെ മഹാമായായിട്ടുള്ള ഭഗവതി ജ്ഞാനികളുടെ അന്ധക്കരണത്തിനെ പോലും ബലമായിട്ട് ആകർഷിച്ച, അതാണ് ബലാദാകർഷ്യ എന്ന് പറഞ്ഞത് അല്ലേ, ആകർഷ്യ പറഞ്ഞത്. ബലാദായിട്ട് പിടിച്ചു വലിച്ച ആ മായയുടെ മോഹഗർത്തത്തിലേക്ക് ആഴ്ത്താൻ നോക്കും. അപ്പോൾ നമ്മൾ വളരെ വിജിലൻ്റ് ആവണം എന്നാണ്. അതായത് നമ്മൾ ഇനി ഒരിക്കലും അതിന്ന് തിരിച്ചു വരില്ല എന്നുള്ളൊരവസ്ഥ എത്തണ വരെ വളരെ വിജിലൻ്റ് ആവണം. എളുപ്പമാണെന്ന് പറയാണ്. ഈ മോഹഗർത്തത്തിൽ നിന്ന് മോചനം നേടാൻ ശരിക്കും അത്ര എളുപ്പമല്ല എന്നർത്ഥം. അപ്പോൾ നാമസങ്കീർത്തനം മാത്രമേ അതിന് വഴിയുള്ളൂ. ഏത്? ഹരേ രാമ കൃഷ്ണ ഗോവിന്ദ ഇങ്ങനത്തെ ഭഗവത് നാമങ്ങൾ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുക, ഭഗവാനെ കീർത്തിച്ചു കൊണ്ടിരിക്കുക. അത് മാത്രമേ വഴിയുള്ളൂ എന്ന്. അപ്പോൾ കലികാലത്ത് അങ്ങനെ പറയുമല്ലോ, കലിസന്ധരണോപനിഷത്തുണ്ട്. അതിലൊരു ശ്ലോകമുണ്ട്. അത് നമ്മുടെ ഭജനാവലിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത് വൈകാട്ടാക്കിയിട്ടുണ്ട്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥ. ഞാൻ ഭജനാവലിയിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഈ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ഭജനാവലി ഉണ്ടല്ലോ, അതിലുണ്ടത്. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്ത്യേവ 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 ഗതിരന്യഥ. അതായത് കലികാലത്ത് ഹരിയുടെ നാമം ജപിക്കുക മാത്രമേ ഒരു വഴിയുള്ളൂ. ഗതി അന്യഥ, വേറെ ഗതിയില്ല. നാസ്ത്യേവ 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 ഗതിരന്യഥ, വേറെ ഗതിയില്ല 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 പറയണ്ട കലികാലത്ത്. കാരണം ബാക്കിയൊക്കെ ചെയ്യാൻ, ഇപ്പോൾ യാഗം ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ കൃതയുഗത്തിലത്തെയൊക്കെ പോലെ പിന്നെ നമ്മൾ 100% സത്വഗുണമുള്ളവരോ ഒന്നുമല്ല. പിന്നെ ത്രേതായുഗത്തിലത്തെ പോലെയും നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല കലിയുഗത്തിൽ. അപ്പോൾ കലിയുഗത്തിൽ നാമസങ്കീർത്തനം മാത്രം മതി എന്നാണ് കലിസന്ധരണോപനിഷത്ത് പറയണത്. അതിൽ തന്നെയാണ് പറയണത് ഏതറിയോ, നമ്മുടെ ഈ വളരെ വിശേഷപ്പെട്ട ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള താരകമന്ത്രം. അതായത് വളരെ വിശേഷപ്പെട്ട ഈ അത് മാത്രം മതി കലികാലത്ത് എന്നാണ് പറയണത്. വേറൊരു നാമം വേണ്ട എന്നാണ്. അതാണല്ലോ ഇസ്കോണൊക്കെ ഹരേ കൃഷ്ണക്കാരൊക്കെ. പക്ഷെ അവരത് ഹരേ കൃഷ്ണ എന്നാക്കിയെന്ന് മാത്രം. ഈ കൃഷ്ണ കോൺഷ്യസ്നസ് ആയിരിക്കണം. എന്തിനാ അങ്ങനെ ആക്കി അറിയില്ല. പക്ഷെ അവർ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നാണ്. പക്ഷെ ശരിക്കും കലിസന്ധരണോപനിഷത്തിലും വേറെ എല്ലാറ്റിലുമൊക്കെ പറയണത് ഹരേ രാമ രാമ എന്ന് തന്നെയാണ് ആദ്യം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചാൽ മതി. നാമസങ്കീർത്തനം മാത്രം മതി. കാരണം അതിനൊന്നും നോക്കണ്ടല്ലോ, സമയം നോക്കണ്ട, ശുദ്ധം നോക്കണ്ട, പിന്നെ ഒന്നും നോക്കണ്ട. നാമം ജപിക്കാൻ എപ്പോഴും ജപിക്കാം, എപ്പോഴും നാമം ജപിക്കാം. അപ്പോൾ ആ നാമത്തിൻ്റെ മാഹാത്മ്യമാണ് ഈ ഒരു ഇതിൽ പറഞ്ഞത്. അത് മാത്രമേ വഴിയുള്ളൂ എന്ന് പറയണ്ട. ഈ മോഹഗർത്തത്തിൽ നിന്ന് സാധാരണ ആൾക്കാർക്ക് എന്നല്ല, ഈവൻ ജ്ഞാനികൾക്ക് പോലും ച്യുതി വരാം. അപ്പോൾ സാധാരണക്കാർക്ക് എന്തായാലും നാമം ജപിച്ച് കീർത്തനങ്ങൾ ചെയ്ത് ഭഗവാനെ കീർത്തിക്കുക, അല്ലെങ്കിൽ ഭഗവത് കഥകൾ വായിക്കുക, ഭഗവത് കഥകൾ പറയുക, നാമം, ആ കീർത്തനവും നാമസങ്കീർത്തനാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞിരിക്കുകയാണ് ആര്? എഴുത്തച്ഛൻ. എന്തിന്? നമുക്ക് ഈ വന്ന മോഹത്തിൽ നിന്ന് നമുക്ക് പിന്നെ ഒരു മോചനം കിട്ടാനായിട്ട് അത് മാത്രമേ വഴിയുള്ളൂ എന്നാണ് ഇതിൽ പിന്നെ എഴുത്തച്ഛൻ പറയണത്. ഇനി പിന്നെ എന്താണ്, ഈ നാമമാഹാത്മ്യത്തിനെ പറ്റി ഇനിയും കുറേ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ അത് പറയാൻ വേണമെങ്കിൽ, അതായത്
നാമം എപ്പോഴും ജപിക്കാം. എന്താ വെച്ചാൽ മരണം എപ്പോഴാണ് നമ്മളെ വന്ന് പുലുകുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നാമം എപ്പോൾ വേണമെങ്കിൽ, അതായത് ബാത്റൂമിൽ നമ്മൾ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കുളിക്കുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നാമം ജപിച്ചുകൊണ്ട് വിരോധമില്ല എന്നാണ്. അപ്പം നമ്മൾ ഇപ്പോൾ പീരിയഡ്സൊക്കെ ആയിട്ടാകുമ്പോൾ ഒന്നും തേവാരം പാടില്ല എന്നൊക്കെ പറയും. അതൊന്നും നോക്കണ്ട, നാമത്തിനാന്നാണ്, എപ്പോഴും ജപിക്കാം എന്നാണ്. അതായത് ആ കഥ ഉണ്ട് കുറൂരമ്മയുടെയും വില്ലുമംഗലത്തിൻ്റെയും. അപ്പോൾ വില്ലുമംഗലം ഒരു ദിവസം പിന്നെ ഭിക്ഷയ്ക്ക് കുറൂരമ്മയുടെ അവിടെ വരികയാണ്. അത് ഐതിഹ്യമാണ്. പക്ഷേ കുറൂരമ്മയുടെ അവിടെ ഭിക്ഷയ്ക്ക് വരുന്ന സമയത്ത് കുറൂരമ്മയ്ക്ക് അന്ന് പുറത്താണ്, അപ്പോൾ പീരിയഡ്സാണ്. അപ്പോൾ പിന്നെ ഈ എന്താണ് മെയ്ഡിനോട് എന്താണ് വേലക്കാരിയോട് പറയും, വില്ലുമംഗലത്തിനോട് പറയാൻ പറയും. അന്നൊന്നും സ്ത്രീകൾ പുരുഷന്മാരെ അങ്ങനെ കാണില്ലല്ലോ. അപ്പോൾ അകത്ത് നിന്നിട്ട് ഈ വേലക്കാരിയോട് പിന്നെ അല്ലെങ്കിൽ സഹായിക്കുന്ന സ്ത്രീയോട് വില്ലുമംഗലത്തിനോട് പറയാൻ പറയും, ഇന്ന് ഭിക്ഷ ഇല്ല എന്ന് പറയും. അപ്പോൾ വില്ലുമംഗലം ഇന്ന് ഭിക്ഷ ഇല്ലാതാണ് കാരണം എന്ന് പറയും. പക്ഷെ വില്ലുമംഗലം അവിടെ എത്തുന്നതിൻ്റെ മുമ്പേയും പുറത്തേക്ക് ഇങ്ങനെ കേൾക്കായിരുന്നു പിന്നെ എന്താണ് കുറൂരമ്മയുടെ നാമജപം. ഏത് നാമം ജപിക്കണം? നാരായണ എന്ന് കൂട്ടിക്കൊള്ളു. നാരായണ എന്നുള്ള നാമാണെങ്കിൽ അത് ജപിക്കണത് ഉറക്കെ വില്ലുമംഗലം ആ പടി കിടക്കുമ്പോഴേ കേട്ടു. അത് കഴിഞ്ഞ് ഇന്ന് ഭിക്ഷയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പോകുമ്പോഴും വില്ലുമംഗലം പിന്നെയും കുറൂരമ്മ ഇങ്ങനെ നാമം ജപിക്കുന്നുണ്ട്. അപ്പോൾ വില്ലുമംഗലം തിരിച്ച് വന്ന് ഈ സഹായിക്കുന്ന സ്ത്രീയോട് ചോദിക്കൂ കുറൂരമ്മോട്, ഇങ്ങനെ പുറത്തായ സമയത്ത് നാമം ജപിക്കാൻ പാടുമോ എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചപ്പോൾ കുറൂരമ്മ പറഞ്ഞു, ഞാൻ ഈ സമയത്ത് ഈ പുറത്തായിരിക്കുന്ന സമയത്ത് എനിക്ക് മരണമില്ല എന്ന് വില്ലുമംഗലത്തിന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ചോദിച്ചു. അതില്ല പറഞ്ഞു. അപ്പം പിന്നെ എപ്പോഴാണ് മരണം വന്ന് എന്നെ കൊണ്ടുപോകാമെന്ന് അറിയില്ല, അപ്പം നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. അതായത് നാമത്തിന് അങ്ങനെ ഇല്ല എന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു നാമമാഹാത്മ്യമായിട്ടൊരു കഥയായിട്ട് നമുക്ക് അത് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ അദ്വൈത ഭക്തന്മാരും നാമജപത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. കാരണം ശങ്കരാചാര്യരുടെ എത്ര കൃതികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭജഗോവിന്ദ് അദ്ദേഹം എഴുതിയത്, ആലോചിച്ച് നോക്കൂ. അതായത് ഭജഗോവിന്ദ് മാത്രമല്ല, വ്യാസനും കൂടി അതെ അല്ലേ. ഈ 18 പുരാണം ഭാഗവതം അടക്കം എഴുതി. മഹാഭാരത് അങ്ങനെയല്ല പറയണ്ട, 17 പുരാണം എഴുതി, മഹാഭാരതം എഴുതി, തൃപ്തി വരാതെ ഭാഗവതം എഴുതി. ഭാഗവതത്തിൻ്റെ അവസാനം എന്താ പറയണത്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം. നമ്മൾ കണ്ടുല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് എന്താണ് വ്യാസൻ പറയണത്? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ അദ്വൈത ഭക്തന്മാരും ഒരുപോലെ പറയുന്നൊരു കാര്യമാണ് നാമസങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യം. പിന്നെ വ്യാസഭഗവാൻ പറഞ്ഞു, ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞു, ഗോവിന്ദം ഭജ ഗോവിന്ദ എന്ന് അല്ലേ. പിന്നെയോ വലിയ ഭക്തനായിട്ടുള്ള സദാശിവ ബ്രഹ്മേന്ദ്രന് ബ്രൂഹി മുകുന്ദേതി എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് എൻ്റെ നാവുമ്പിലെ ബ്രൂഹി മുകുന്ദേതി രസനെ, എൻ്റെ നാവുമ്പിൽ മുകുന്ദ എന്നുള്ള വാക്ക് എപ്പോഴും എൻ്റെ നാവിൽ നിന്ന് വരട്ടെ. അങ്ങനെ മുകുന്ദ മുകുന്ദ എന്ന് പറയൂ നാവേ പറയണം അല്ലേ. പിന്നെ തുളസീദാസനാണെങ്കിലും അതെ. എത്ര എഴുത്തച്ഛൻ രാമായണത്തിൽ എപ്പോഴും സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒരു സ്തുതി, അതിൽ അനവധി നാമം ചേർക്കും അല്ലേ. അങ്ങനെ ഈ നാമമാഹാത്മ്യമാണ് ഈ ഒരു ശ്ലോകത്തിൽ പിന്നെ എഴുത്തച്ഛൻ നമ്മളോട് പറയണത്. കാരണം കലികാലത്തിൽ അത് നമ്മൾക്ക് ഈ ഉപദേശം പ്രത്യേകം ഉപയോഗമാണ്. കാരണം കലികാലത്ത് അത് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. അത് ഏത് സമയത്തും ചെയ്യാം. ഏതെങ്കിലും നാമം ഭഗവാന്റെ, അതാണല്ലോ പല നാമങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. കൃഷ്ണ, ഹരേ, ഗോവിന്ദ, രാമ. ഇനി ഹരേ രാമ എന്ന് കലിസുന്ദരനോപനിഷ തന്നെ ഉപദേശിച്ച അതായാലും മതി. എന്തെങ്കിലും നാമം നമ്മൾ തിരഞ്ഞെടുത്ത് അതന്നെ ചൊല്ലിയാൽ നമുക്ക് പതുക്കെ ആ മറ, നമ്മുടെ മായാമറയുടെ
കട്ടി കുറഞ്ഞ് വരുന്നതാണ് നമുക്ക് പിന്നെ എന്താണ് ഇതിൽ ഉറപ്പാണ്. അത് മാത്രമേ വഴിയുള്ളൂ എന്നും കൂടിയും പറയുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ 17ാമത്തെ ശ്ലോകം ഒന്നും കൂടിയും ചൊല്ലി ഞാനിവിടെ നിർത്താം. ഈ വന്ന മോഹ മകലെപ്പോവതിന്നു പുനരീവണ്ണമുള്ളൊരുപദേശങ്ങളിൽ ഉലകിൽ ജീവന്നു കൃഷ്ണ ഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.